ഫോർദോയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും കൃത്യമായി അറിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾ അറിഞ്ഞതുപോലെ ആ സ്ഥാപനത്തിന് ഗുരുതരമായ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നും ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഇപ്പോൾ നാശം വിലയിരുത്തുകയാണെന്നും അതിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ രാജ്യത്തെ ചില ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ഗുരുതരമായ നാശം നേരിട്ടതായി ഇറാന്റെ സെമി ഒഫീഷ്യൽ മാധ്യമമായ തസ്നീം വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റ് ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്ത പ്രകാരം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോർത്തിയ ഇറാനിയൻ ഗവൺമെന്റിന്റെ ആശയവിനിമയങ്ങൾ പ്രകാരം നാശത്തിന്റെ വ്യാപ്തി ഇറാൻ പുറത്തുവിടുന്നതിനേക്കാൾ കുറവാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അമേരിക്കൻ സർക്കാരിനുള്ളിലെ ക്ലാസിഫൈഡ് ഇന്റലിജൻസ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ആണവ വിഷയത്തിൽ ഒരു നാടകം കളിക്കാനുള്ള സാധ്യതയും അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയും തള്ളിക്കളയുന്നില്ല. ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പരിപാടിയെ പൂർണ്ണമായും തകർത്തുവെന്ന് പറയുമ്പോഴും യഥാർത്ഥ നാശനഷ്ടം വിലയിരുത്താൻ സമയം ആവശ്യമായി വരുമെന്ന് US പ്രസിഡന്റും IAEA അധികൃതരും വ്യക്തമാക്കുന്നു.